തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസം വലിയൊരു കുതിച്ചാട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഒരു വിലക്കുറവ് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പവൻ 80 രൂപ കുറഞ്ഞ് 1,16,480 രൂപയിലായിരുന്നു വ്യാപാരം തുറന്നത്. ഗ്രാമിന് 10 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം കുറഞ്ഞത്. നേരിയൊരു കുറവായിരുന്നു. അങ്ങനെ തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ ഒരു നേരിയ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പവന് 280 രൂപയും ഗ്രാമിന് 35 രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 1,14,200 രൂപയായി മാറിയിട്ടുണ്ട്. ഗ്രാമിനാകട്ടെ 14,275 രൂപയായും താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വിലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ചുകൂടി കൂടുതൽ വില കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ആശ്വസിക്കാനായി കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇനി എങ്ങനെയായിരിക്കും സ്വർണ്ണ വ്യാപാരം മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് തിങ്കളാഴ്ച പവന് 600 രൂപയും ഗ്രാമിന് 75 രൂപയും കുറഞ്ഞതിന് ശേഷം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വർണ്ണത്തിന് പിന്നാലെ സ്വർണ്ണം മാത്രമല്ല വെള്ളി വിലയിലും കുറവ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരുന്നു. അതായത് ഗ്രാമിന് 5 രൂപയും കിലോയ്ക്ക് 5,000 രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത്. അതോടെ 1 ഗ്രാം വെള്ളിയുടെ വില 275 രൂപയായിട്ടാണ് വിപണിയിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും കേരളത്തിലെ അടക്കം വിപണികളിൽ പ്രതിഫലിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവ് തന്നെയാണ് പ്രാദേശിക വിപണിയിലും ഇത്തരത്തിൽ പ്രതിഫലിക്കാൻ കാരണമായിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇറാൻ യുദ്ധം തീർക്കാനായി ട്രംപ് തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ സമാധാന നീക്കങ്ങൾക്കൊക്കെ തന്നെ ശുഭകരമായ ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സ്വർണ്ണത്തിനും ഇത്തരത്തിൽ ഒരു നേരിയൊരു കുറവ് രേഖപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇനി മുന്നോട്ട് യുദ്ധം അവസാനിക്കുകയാണ് എന്ന വ്യക്തമായൊരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇനി വലിയൊരു വില കുതിപ്പുണ്ടാകുമോ എന്ന ഭയമടക്കം സ്വർണ്ണ വ്യാപാരികളടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. സമാധാന കരാർ എത്താൻ വൈകുന്നതും അതുപോലെ തന്നെ ഇസ്രയേലും ലബനനിടയിലുമുള്ള ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ കരാറിലെ പല പ്രതിസന്ധികളുമൊക്കെ നിക്ഷേപകരെ സംബന്ധിച്ചും അതുപോലെ വ്യാപാരികളെ സംബന്ധിച്ചുമൊക്കെ വലിയ ആശങ്ക തന്നെയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യാന്തര തലത്തിലടക്കം പണപ്പെരുപ്പ ഭീഷണി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഈ സ്വർണ്ണവില ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധമടക്കം പരിഹരിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ചർച്ചകൾക്ക് തയ്യാറായേക്കുമെന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. ആ ഒരു വാർത്തയും ഈ ഒരു സ്വർണ്ണവിലയെ കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാനായി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ രാജ്യാന്തര വിപണിയിൽ പരിശോധിക്കുകയാണെങ്കിൽ സ്വർണ്ണവില കയറ്റിറക്കം തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണുവാനായി സാധിച്ചത്. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഔൺസിന് 4,518 വരെ കയറിയ സ്വർണം പിന്നീട് തൊട്ട് പിറകെ തന്നെ താഴേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. 4,476 അത് ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ 4,483 സ്വർണം ഉയർന്നെങ്കിൽ പോലും പിന്നീട് 1% നഷ്ടത്തിൽ താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 4,438 താഴേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് സ്വർണ്ണ വിലയിൽ ഉണ്ടാകുന്ന രാജ്യാന്തര വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണ വിപണി ഇങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിൽ തന്നെ മുന്നോട്ട് തുടരുമെന്നുള്ള സൂചന അടക്കം സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണ വ്യാപാരികൾ അടക്കം പറയുന്നു ഇപ്പോൾ വലിയ തോതിലുള്ള സ്വർണ്ണം വിറ്റഴിഞ്ഞു പോകുന്നില്ല. അത്തരത്തിലുള്ള പ്രതിസന്ധി സ്വർണ്ണക്കടകളിലടക്കം നിലനിൽക്കുന്നുണ്ട്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചും സ്വർണ്ണം വാങ്ങുന്നവരെ സംബന്ധിച്ചുമൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏവരും പവൻ കണക്കിനുള്ള സ്വർണ്ണം വാങ്ങുന്നതിന് പകരം ഗ്രാമിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. കനം കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങളെ തന്നെയാണ് ഏറ്റവും അധികം ആഭരണ പ്രേമികളടക്കം ഇപ്പോൾ നോട്ടമിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അത്തരത്തിൽ ക്യാരറ്റ് കുറഞ്ഞ സ്വർണ്ണങ്ങളെ ആശ്രയിക്കുന്ന ഒരു പ്രവണതയും ഇപ്പോൾ ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏറെ തിരിച്ചടിയായിരിക്കുന്നത് പണിക്കൂലി അടക്കം വലിയൊരു തുകയിലേക്ക് നൽകേണ്ട ഒരു സാഹചര്യം ഇവർക്കൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അക്ഷയ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.